ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം. ഇന്ന് നമ്മൾ ഹദീസിലെ രണ്ടാമത്തെ പാഠമാണ് പറയുന്നത്. എല്ലാവരും എത്തിയോ? തുടങ്ങാം അല്ലേ? നമ്മുടെ സുബൈർക്ക് എത്തിയിട്ടില്ലല്ലോ. വരും. ഒന്നാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞു 40 ഹദീസുകളാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ 40 ഹദീസുകളാണ് നമ്മളതിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാം ക്ലാസ്സിൽ ആദ്യത്തെ 3 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ ഹദീസും 5ഉം 6ഉം ഹദീസുകൾ ഉൾപ്പെടെയാണ്. നാലാമത്തെ ഹദീസിൽ പറയുന്നത് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ 40 ദിവസം ശുക്ലമായി ആ അവസ്ഥയിലാവുന്നു. പിന്നീട് 40 ദിവസം രക്തപിണ്ഡമായും 40 ദിവസം ശേഷം മാംസപിണ്ഡമായും നമ്മൾ മാറുന്നു. അങ്ങനെ 3 40 120 ദിവസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് മലക്കുകളെ അള്ളാഹു അയക്കുന്നു. മലക്കിനെ അള്ളാഹു അയക്കുന്നു. നമ്മളിൽ റൂഹ് ഊതുന്നു. 4 കാര്യങ്ങൾ അവിടെ തീരുമാനിക്കപ്പെടുന്നു. നമ്മുടെ ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങി നമുക്കാവശ്യമുള്ള റിസ്ഖ് അന്ന് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ആയുസ് അന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ അന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ വീട്ടിലുള്ളത്. നാളെ രാവിലെ ദർശിൽ പോവുള്ളൂ. രാവിലെ വിളിക്കാൻ പറയാം കേട്ടോ. ഓക്കെ. അതുപോലെ വശഖിയിൻ, ഇവൻ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ എന്നവിടെ രേഖപ്പെടുത്തുന്നു. ഇത്തരം വിഷയങ്ങളാണ് ഒന്നാമത്തെ ഹദീസിൽ പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച ആളായിരിക്കാം. അവസാനം അതെല്ലാം നിഷ്ഫലമാക്കുന്ന ഒരു തിന്മ, നേരത്തെ കണക്കാക്കിയത് പ്രകാരം ഒരു തിന്മ അവനിൽ നിന്ന് സംഭവിക്കും. അങ്ങനെ അവൻ നരകത്തിൽ പതിക്കും. ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളായേക്കാം. അങ്ങനെ അവസാനം അവനൊരു അതെല്ലാം കവച്ചു വെക്കുന്ന ഒരു വലിയ നന്മ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് നേരത്തെ കണക്കാക്കപ്പെട്ട ഒരു നന്മ ഉണ്ടാവുകയും അങ്ങനെ അവൻ സ്വർഗാവകാശിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ആരൊക്കെ സ്വർഗത്തിലെത്തും ആരൊക്കെ നരകത്തിലെത്തും എന്ന് നമ്മെ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മൾ തീരുമാനിക്കേണ്ടതും ഇല്ല. ഓരോരുത്തരുടെയും
അവൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് നേരത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാലോ, നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത് നടന്നാൽ അത് അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്താൽ പിന്നെ മനുഷ്യന്മാരെന്ത് പറയുന്നു, അവരെന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഒരു ചരിത്രം കാണാം. ബനു ഇസ്രായേലുകാരിൽ 2 പേരുണ്ടായിരുന്നു. നിബിതങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടല്ലേ, കേൾക്കുന്നില്ലേ? നിബിതങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. അതിലൊരാൾ നല്ല നന്മയൊക്കെ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. മറ്റൊരാൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തിന്മകളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഈ നന്മ ചെയ്ത് നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു വ്യക്തി ആ തിന്മ ചെയ്ത് തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, നിനക്കൊന്നും അള്ളാഹു പുറത്തു തരൂല, അത്രയും തിന്മയല്ലേ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സംസാരം ശരിയാക്കണം, ക്ലിയർ ആക്കണം. ആ സമയത്ത് 2 പേരെയും അള്ളാഹു മരിപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ വിചാരണ നബിതങ്ങൾക്ക് കാണിച്ച് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ്. അവരുടെ വിചാരണ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ ആ തിന്മ ചെയ്ത് നടക്കുന്ന വ്യക്തിയെ അള്ളാഹു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ റഹ്മത്ത് മൂലം സ്വർഗത്തിൽ കടന്നോ, എൻ്റെ കാരുണ്യം മൂലം സ്വർഗത്തിൽ കടന്നോ. ആ നന്മ ചെയ്ത് നടക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ റഹ്മത്തിനെ നിഷേധിച്ചു, ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ എൻ്റെ റഹ്മത്തിനെ നിഷേധിക്കുകയും അത് നിമിത്തം നീ നരകത്തിലേക്കും പോയിക്കോ, ഇവനെ നരകത്തിൽ കൊണ്ടുപോയിടൂ മലക്കുകളെ എന്ന് പറയാം. നമ്മളൊക്കെ അത്തരത്തിൽ ചിലപ്പോൾ പല പദപ്രയോഗങ്ങളൊക്കെ നടത്തും. നമ്മളെന്തിനാ അത് ചെയ്യുന്നത്? ചിലപ്പോൾ പള്ളിയിലേക്കൊക്കെ ആരെങ്കിലും റമദാനൊക്കെ ആവുന്ന സമയത്ത് വരുമ്പോഴൊക്കെ, ഓ ഇവൻ റമദാൻ സ്പെഷ്യലാണ്, അത് എന്തെങ്കിലും ഒരു ചെറിയ തിന്മ ഉണ്ടാകുമ്പോഴേക്കും ആളുകളെ വെറുപ്പിക്കുന്ന ഒരു പദപ്രയോഗം നമ്മൾ നടത്താൻ പാടില്ല. നമ്മൾ ആളുകളെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് ആളുകൾക്ക് നല്ലത് ഉപദേശിക്കുകയും നന്മയുടെ വാഹകരാകുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. അതുപോലെ തന്നെ അതൊക്കെ നമ്മളൊരു ബാഹ്യമായ വിലയിരുത്തൽ കൊണ്ട് നടക്കൂല എന്നർത്ഥം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സുബൈർക്ക് വന്നിട്ടില്ല അല്ലേ? ഒന്ന് വിളിച്ചു നോക്കൂ ആരെങ്കിലും. നമ്മുടെ ക്ലാസ്സിലെ ലീഡർ ആരാ? നമ്മുടെ ക്ലാസ്സിൻ്റെ ലീഡർ ആരാ? ഒരു ലീഡർ വേണ്ടേ, നേതാവ് വേണ്ടേ? ആരുമില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയും ഓരോരുത്തരും ഈ ക്ലാസ്സിൽ. സുബൈർക്ക ജോയിൻ ചെയ്യും, തിരക്കില്ല? അല്ലാ ഞാനില്ല. ആ യശൻ്റെ അമ്മായിമ്മ ആയിക്കോട്ടെ.
ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. നിങ്ങൾ എവിടെ ചോദിച്ചു, നമുക്ക് ദ്വാരക്ക ക്ലാസ്സിൽ ദ്വാരക്ക ലാസ്റ്റ് ദ്വാരക്ക ഇൻഷാ അല്ലാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടില്ലേ? എല്ലാവരും പരിചയപ്പെട്ടോ? എന്തൊന്നും പറയാത്താരും ആരും പരിചയപ്പെട്ടില്ല? പരിചയപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ചിട്ടേ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. പരിചയപ്പെടണം. പരിചയപ്പെടാനാവുന്നുള്ളൂ, നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ആത്മബന്ധം നമ്മൾ തമ്മിലുണ്ടാവണം, ഈ ക്ലാസ്സിലെ ആളുകൾ തമ്മിൽ. ഒരാളില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ വരാത്തത് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നോക്ക്, ഞാനിപ്പോൾ നമ്മുടെ സുബൈർക്കാക്ക് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മായിമ്മ മരണപ്പെട്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ ഉമ്മാൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പം നമ്മൾ വിചാരിക്കും, വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്തോ മുങ്ങി നടക്കുകയാണ്, ക്ലാസ്സിൽ വരില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ വിചാരിക്കും. അപ്പോൾ അറിഞ്ഞില്ലേ, ഇതേപോലെ തന്നെ ആയിരിക്കും പലരും മനഃപൂർവ്വം ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടുണ്ടാവും. നമ്മുടെ ഉസ്മാൻ കോയ എന്ന് പറഞ്ഞ നമ്മുടെ ഇക്കണ്ടല്ലോ, അദ്ദേഹത്തിന് ശരീരത്തിനൊരു സുഖമല്ല, കൈകാല് മുട്ടുവേദനയൊക്കെ ആയിട്ട് അതിൻ്റെ ചികിത്സയിലും മറ്റുമായിരുന്നു. അതുകൊണ്ട് അന്നേരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളറിയാത്ത, അപ്പോൾ നമ്മൾ നല്ല പരിചയം വേണം. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഒരു ബന്ധം ഉണ്ടാവും. ഒരു ലീഡർ വേണം നമ്മുടെ ക്ലാസ്. നിങ്ങൾ പറയുന്ന ഒരാളെ നമ്മൾ ലീഡറാക്കും. ടൈപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ. ഇപ്പം ഞാൻ തന്നെ പറയേണ്ടി വരും അല്ലേ? ഇതിൻ്റെ ഒരു ദിവസം സെലക്ട് ചെയ്യാം. ഏതായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബന്ധം വേണം. നോക്കാം, വായിക്കട്ടെ, ഹദീസ് വായിക്കട്ടെ. റെഡിയല്ലേ? അൽ ഹദീസു റാബിഉ, നാലാമത്തെ ഹദീസ് ശ്രദ്ധിക്കണേ. അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദ്ദസനാ, ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളോട് ഹദീസ് പറഞ്ഞു. ആര് ഹദീസ് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. വഹുവ സാദിഖു വൽ മസ്ദൂഖു, നബിതങ്ങൾ സ്വാദിഖുമാണ് മസ്ദൂഖുമാണ്. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത കാണിക്കുന്ന, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം സ്വന്തമായും മറ്റുള്ളവരുമായും ഒക്കെ സത്യസന്ധത കാണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അൽ മസ്ദൂഖു, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട, സത്യസന്ധനാണ് എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് അംഗീകാരം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദക്കും, ശ്രദ്ധിക്കണേ, തീർച്ചയായും നിങ്ങളിൽ ഒരുവൻ, യുജ്മഉ ഖൽഖുഹു, അവൻ്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെടും. അവൻ്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെടും. ഫി ബത്നി ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ വയറിൽ, ഗർഭപാത്രത്തിൽ. 40 യൗമൻ, 40 ദിവസം. നുത്ഫത്തൻ, ബീജമായി, ശുക്ലമായി. അപ്പൊ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം. ഒരു നമ്മുടെ അവസ്ഥ പറയാണ്, നമ്മളൊക്കെ ഇപ്പോൾ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്
അള്ളാഹു നമ്മെ അയച്ചു. നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം ഒരു ബീജമായി ഒരുമിച്ച് കൂട്ടപ്പെട്ടു. സുമ്മയക്കൂനു, പിന്നെ അവൻ ആയി അലഖതൻ, ഒരു മാംസപിണ്ഡമായി, രക്തപിണ്ഡമായി, രക്തക്കട്ട. മിഥില ദാലിക, അതുപോലെ 40 ദിവസം, അതുപോലെ 40 ദിവസം രക്തക്കട്ടയുമായി. സുമ്മയകൂനു മുദ്ഗത്തൻ മിഥില ദാലിക, പിന്നെ അവൻ മാംസപിണ്ഡവും 40 ദിവസമായി. അപ്പോൾ ബീജം ആയി 40 ദിവസം, നുത്ഫത്ത് എന്ന് പറഞ്ഞ ബീജം, ശുക്ലം എന്നൊക്കെ പറയാം. അലഖത്തൻ, രക്തപിണ്ഡമായി, പിന്നെ മുദ്ഗത്തൻ, മാംസപിണ്ഡമായി. അപ്പോൾ 120 ദിവസമായി, 4 മാസമായി. സുമ്മ യുർസലു ഇലൈഹി, പിന്നീട് അവനിലേക്ക് അയക്കപ്പെട്ടു അൽ മലക്കു, ഒരു മലക്കിനെ അയക്കപ്പെട്ടു. അള്ളാഹു ഒരു മലക്കിനെ അയച്ചു. എന്നിട്ടോ ഫയൻഫുഹു, അവൻ ഊതിയ, മലക്ക് ഊതി, ഫിഹി, ആ മാംസപിണ്ഡത്തിൽ ഊതി, അർറൂഹ, റൂഹിനെ ഊതി, ജീവൻ നൽകി. അള്ളാഹു അവന് ജീവൻ കൊടുത്തു. ഈ മലക്കിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ജീവൻ കൊടുത്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുവരെ ഓക്കെ ആണോ? എവിടെ? സുമ്മ വയുഉമറു ബി അർബഇ കലിമാത്തിൻ, 4 വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു, കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അതായത് അവിടെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടു 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ക് രേഖപ്പെടുത്തിയെന്ന്. അവന്റെ റിസ്ക്, അവൻ ഈ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം ഭക്ഷണം കഴിക്കും, ഏതെല്ലാം വസ്ത്രം ധരിക്കും, എവിടെയെല്ലാം അവൻ താമസിക്കും, തുടങ്ങിയതൊക്കെ അവന് രേഖപ്പെടുത്തപ്പെട്ടു. വ അജലിഹി, അവന്റെ അവധിയും, അവന്റെ ആയുസ്സും, ആയുസ് രേഖപ്പെടുത്തപ്പെട്ടു. വ അമലിഹി, അവന്റെ പ്രവർത്തനവും രേഖപ്പെടുത്തപ്പെട്ടു. അവൻ എന്തെല്ലാം പ്രവർത്തനം ചെയ്യും. വ ശഖിയ്യിൻ അം സഈദിൻ, ശഖിയ്യിൻ പരാജിതൻ, അം സഈദിൻ അല്ല വിജയി, പരാജിതനാണോ അവൻ വിജയിയാണോ എന്നും രേഖപ്പെടുത്തപ്പെട്ടു. 4 കാര്യങ്ങൾ. പരാജിതനാണോ വിജയിയാണോ എന്നും, അവന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു, അവന്റെ ആയുസ് രേഖപ്പെടുത്തപ്പെട്ടു, അവന്റെ റിസ്ഖും രേഖപ്പെടുത്തപ്പെട്ടു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഏതെങ്കിലും പദം മനസ്സിലാവാത്തതുണ്ടോ? ശഖിയ്യൻ എന്ന് പറഞ്ഞാൽ പരാജിതൻ, സഈദിൻ എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ. പരലോകത്ത് ഇവൻ വിജയിക്കുമോ അല്ല പരാജയപ്പെടുമോ എന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്, ലാ ഇലാഹ ഗൈറുഹു, അവനല്ലാത്ത ഒരു ഇലാഹില്ല, അവനല്ലാത്ത ഒരു ഇലാഹില്ല, അങ്ങനെയുള്ള അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരുവൻ തീർച്ചയായും, ലയഅമലു, അവൻ പ്രവർത്തിക്കും, ബിഅമലി അഹ്ലിൽ ജന്നതി, സ്വർഗാവകാശികളുടെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തിക്കും. സ്വർഗാവകാശികൾ ചെയ്യുന്ന, സ്വർഗത്തിലെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഹത്ത, എത്രത്തോളം എന്നറിയുമോ? നിങ്ങൾ ശ്രദ്ധിക്കണേ, എത്രത്തോളം? മായകൂനു ബൈനഹു വ ബൈനഹ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഉണ്ടാകുന്നതുവരെ, ഇല്ലാതിറാവുൻ, ഒരു മുഴം, ഒരടി മാത്രമുള്ള സ്വർഗത്തിൽ കടക്കാൻ, അത്രയും സ്വർഗത്തിലേക്ക് അടുക്കുന്ന പ്രവർത്തനം അവൻ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്ക്
അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രവർത്തനം എത്രത്തോളം എന്ന് വെച്ചാൽ ഒരടി മാത്രം, ഒരു മുഴം മാത്രം സ്വർഗത്തിലെത്താനുള്ളൂ. അത്രയും പ്രവർത്തനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ എന്നിട്ട് ഫയസ്ബിഖു അലൈഹിൽ കിതാബു, കിതാബ് അവനോട് മുൻകടക്കും. കിതാബ് അവന്റെ മേൽ മുൻകടക്കും. കിതാബ് അവന്റെ മേൽ മുൻകടക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടത് അവൻ പരാജയപ്പെട്ടവനാകുമെന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഫയഅമലു, അവൻ പ്രവർത്തിക്കും ബിഅമലി അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളുടെ പ്രവർത്തനം പ്രവർത്തിക്കും. അപ്പോൾ അവൻ നല്ലത് ചെയ്ത് 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 സ്വർഗത്തിന്റെ അടുത്തേക്ക്, എത്തുന്ന സമയം ആ ഒരു മുഴം അടുത്തേക്ക് എത്തും. അപ്പോൾ നേരത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതാണല്ലോ ഇവൻ പരാജയപ്പെട്ടവനാണ്. ആ സമയത്ത് അവൻ നരകാവകാശികളുടെ പ്രവർത്തനം അവൻ പ്രവർത്തിക്കും. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയാത്ത ആമീൻ അല്ലേ? മൈക്ക് ഓഫ് ആയിട്ട്. ഓക്കെ, ഇത് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ കിതാബിൽ കാണാം. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. ഇങ്ങനെ ചില ആളുകളുണ്ട്, കുറവാണ്. ഇനി ശേഷം പറയാൻ പോകുന്നതിനെ അപേക്ഷിച്ച് ഇത് കുറവാണ്. വ ഇന്ന അഹദക്കും, ബാക്കി നോക്ക്, നിങ്ങളിൽ ഒരുവൻ ലയഅമലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ബി അമലി അഹ്ലിന്നാരി, നരകത്തിൻ്റെ ആളുകളുടെ പ്രവർത്തനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ എത്ര വരെ എന്നറിയുമോ? ഹത്താമായകൂനു, ഉണ്ടാകുന്നത് വരെ, ബൈനഹു, അവൻ്റെ ഇടയിലും, ബൈനഹ, നരകത്തിൻ്റെ ഇടയിലും, എന്തുണ്ടാകുന്നത് വരെ, ഇല്ലാതിറാഉൻ, ഒരു മുഴമല്ലാത്തത്, ഒറ്റ മുഴം മാത്രമേ ഉള്ളൂ. ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഒരടി കേട്ടോ. ഒരു മുഴം ഏകദേശം ഒരടി ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അത്രയും അടുപ്പാവും നരകത്തിൽ. ഫയസ്ബിഖു അലൈഹിൽ കിതാബു, കിതാബ് അവന് മുൻകടക്കുകയും ചെയ്യും. കിതാബിൽ നേരത്തെ കണക്കാക്കിയിരിക്കുന്നത് ഇവൻ വിജയിച്ചവനാണ്, ഇവൻ സ്വർഗത്തിലാണെന്ന. ഫയഅമലു, അപ്പോൾ അങ്ങനെ അവൻ പ്രവർത്തിക്കും, ബി അമലി അഹ്ലിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ ആളുകളുടെ പ്രവർത്തനം അവൻ പ്രവർത്തിക്കും. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഹദീസ് മനസ്സിലായോ? ഓക്കെ ആണോ? ബഷീർക്ക ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്യണേ, അറിയാത്തത് നോട്ട് ചെയ്യണേ. എവിടെ ബഷീർക്ക്? എവിടെ ഹഫീസ്? ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോവാം. കുഴപ്പമില്ലല്ലോ? ഇതിലെന്തെങ്കിലും ഞാൻ ആവർത്തിക്കണോ ഹദീസ്? വേണ്ട. നാസർക്ക, മോള് സുഖപ്പെട്ടോ? ഡിസ്ചാർജ് ആയോ? അല്ലാ, കുറവില്ലേ? ആ ആ ഇപ്പോഴുള്ള പനിയാണോ? നമ്മുടെ ഈ എന്താ ഡെങ്കിപ്പനിയാണോ? അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. ആ ആരന്തു ഹോസ്പിറ്റൽ? ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു ശിഫ നൽകട്ടെ. 5 അൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാഹി ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെയൊക്കെ ഉമ്മയാണ് ആയിഷ ബീവി. നബിതങ്ങളുടെ ഭാര്യയാണ്. നമ്മുടെയൊക്കെ ഉമ്മമാരാണ്. നമ്മുടെയൊക്കെ ഉമ്മാന്റെ സ്ഥാനം കൊടുക്കേണ്ട ആളുകളാണ്.
9-ാമത്തെ വയസ്സിൽ നബിതങ്ങളുമായി വീട് കൂടി. 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ വഫാത്തായി. ശേഷം 40 കൊല്ലം മഹദി അവറുകൾ ജീവിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് വനിതകളിൽ റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷ ബീവി. പ്രത്യേക സ്വാതന്ത്ര്യം നബിതങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നു. നബിതങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ കന്യകയായ ഒരേ ഒരാൾ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ. അത് ആയിഷ ബീവിയെയാണ്. നബിതങ്ങൾ വിവാഹം അതൊക്കെ ഓരോ പാഠമായിരുന്നു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സീറ ഉണ്ടല്ലോ, സീറ എന്ന് പറഞ്ഞ കിതാബിൽ പഠിക്കും. വിവാഹം നബിതങ്ങൾക്ക് സ്ത്രീകളോട് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് എന്ന് ചില ആളുകൾ പറയും. എന്നാൽ നബിതങ്ങളുടെ വിവാഹം ഓരോ പാഠങ്ങളായിരുന്നു. ഓരോ സംരക്ഷകനായിട്ടായിരുന്നു നബിതങ്ങൾ. താല്പര്യമുണ്ടെങ്കിൽ 25-ാമത്തെ വയസ്സിൽ സ്ത്രീകളോട് അതിയായി താല്പര്യപ്പെടുന്ന സാധാരണയുള്ള ആ ഒരു പ്രായം 25 മുതൽ 40 അല്ലേ, 40-45 വരെ വയസ്സ് വരെ ഒരു ഭാര്യയാണ് നബിതങ്ങൾക്കുണ്ടായിരുന്നു. അത് തന്നെ ആ സമയത്ത് നബിതങ്ങൾ വിവാഹം കഴിച്ചത് ഖദീജ ബീവിയെയായിരുന്നു. നബിതങ്ങളെക്കാൾ 20 വയസ്സധികം പ്രായമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിവാഹം കഴിച്ചു സൗദ ബീവിയെ, റംല ബീവിയെ, ജുവൈരിയ ബീവിയെ, സൈനബ് ബീവിയെ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ, 11 പേരെ വിവാഹം കഴിച്ചു. വഫാത്താകുന്ന സമയത്ത് 9 പേർ ഹയാത്തിലുണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഓർഡർ മൂലവും കൽപ്പന മൂലവും ഇസ്ലാമിൻ്റെ ഗുണത്തിനും വേണ്ടിയാണ് കഴിച്ചത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് പല ആരോപണങ്ങളും വിഷയങ്ങളൊക്കെ ഇസ്ലാമിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ പഠിച്ച് അതിൻ്റെ വസ്തുത മനസ്സിലാക്കി നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകും. അതുപോലെ കുറേ കള്ളന്മാർ കുറേ വീഡിയോകളുമായി ഇറങ്ങും. അതൊന്നും നമ്മൾ കാണരുത്. കേട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന രൂപം ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ഹദീസ് അതാണ് പറയുന്നത്. അതുമായിട്ട് പറയാം. 5-ാമത്തെ ഹദീസ് അൻ ഉമ്മിൽ മുഅ്മിനീന ഉമ്മി അബ്ദില്ലാഹ്. ആയിഷ ബീവിക്ക് മക്കളില്ല. പക്ഷേ അസ്മാ ബീവി ആയിഷ ബീവിയുടെ സഹോദരിയാണ്. സുബൈർ റളിയല്ലാഹു അൻഹു ആണ് കല്യാണം കഴിച്ചത്. അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, അബ്ദുള്ള. ആ കുട്ടിയെ എപ്പോഴും നോക്കിയിരുന്നത് എളാമ ആയിഷ ബീവിയാണ്. അപ്പം അങ്ങനെയാണ് ഉമ്മു അബ്ദില്ല എന്നുള്ള പേര് വന്നത്. ശരിക്കും ഉമ്മ അബ്ദില്ല എന്ന് പറയുമ്പോൾ അബ്ദുല്ലാൻ്റെ ഉമ്മ എന്നല്ലേ. അപ്പം നോക്കിയിട്ട് അങ്ങനെ ഉമ്മയെപ്പോലെ പരിചരിച്ചു. നബിതങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അതൊന്ന് പറയാം. നബിതങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? ആരാ പറയാ? ഞാൻ പറയാം അല്ലേ. നബിതങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നു. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം റളിയല്ലാഹു അൻഹും ഇവരാണ് ആൺകുട്ടികൾ. സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം ഇവരാണ് പെൺകുട്ടികൾ. അതൊക്കെ പഠിക്കണം കേട്ടോ നമ്മൾ. നബിതങ്ങളുടെ ആദ്യത്തെ കുട്ടി ഖാസിം റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അപ്പോഴാണ് ശത്രുക്കൾ കളിയാക്കിയത്. അതൊക്കെ ഇപ്പം നിൽക്കും, ആശയം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോഴാണ്
സൂറത്ത് ഇറങ്ങിയത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു അല്ലേ ഇത് ഏറ്റെടുത്തത്. പിന്നെ നബിതങ്ങൾ രണ്ടാമത്തെ കുട്ടി സൈനബ്, പിന്നെ റുഖയ്യ, പിന്നെ ഫാത്തിമ ബീവി, പിന്നെ ഉമ്മു കുൽസൂം, പിന്നെ അബ്ദുള്ള. ആറാമത്തെ കുട്ടിയാണ് അബ്ദുള്ള. ഏഴാമത്തെ കുട്ടി ഇബ്രാഹിം. നബിതങ്ങൾ മക്കൾക്ക് പേര് വെച്ച് നിങ്ങൾ കണ്ടോ? അബ്ദുള്ള ഉപ്പാന്റെ പേര് വെച്ചു, ഉപ്പാപ്പാന്റെ പേര് ഇബ്രാഹിം എന്ന പേര് വെച്ചു, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെയും ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല പേരുകൾ വെക്കുക. പറഞ്ഞാൽ കുറേ പറയാനുണ്ടാവും, അത് ഫോണിലപ്പോൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഒരാൾ അഹദസ അവൻ നിർമ്മിച്ചുണ്ടാക്കി, ഫി അംരിനാ ഹാദാ നമ്മുടെ ഈ മതത്തിൽ, നമ്മുടെ വിഷയത്തിൽ, ഇസ്ലാം മതത്തിൽ പുതിയ ഒരു കാര്യം നിർമ്മിച്ചുണ്ടാക്കി. അവൻ നിർമ്മിച്ചുണ്ടാക്കി, മാ ഒന്നിനെ നിർമ്മിച്ചുണ്ടാക്കി, ലൈസ മിൻഹു ഇതിൽ പെടാത്തത്, ഇസ്ലാമിൽ പെടാത്ത ഒരു പുതിയ കാര്യം, പുത്തൻ ആശയം പുതിയ രൂപത്തിൽ അവൻ നിർമ്മിച്ചു കൊണ്ടുവന്നു, എന്നാൽ ഫഹുവ റദ്ദുൻ അവൻ തള്ളപ്പെടുന്നവനാണ്. അവനെ കൊള്ളാൻ പാടില്ല, അവനെ കൊള്ളരുത്, അവനെ തള്ളണം. അപ്പൊ ഇസ്ലാമിലില്ലാത്ത പുത്തൻ ആചാരങ്ങളും മറ്റൊന്നും കൊണ്ടുവരിക. അതിന്റെ വിശദീകരണം ഒരുപാട് പറയാനുണ്ട്. ഇസ്ലാമിലില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങൾ. ചിലതൊക്കെ പുതിയ രൂപങ്ങളിൽ വരാം. ഉദാഹരണം, അന്ന് അറിവ് പഠിപ്പിക്കലുണ്ടായിരുന്നു. അപ്പം അറിവ് പഠിപ്പിക്കാൻ വേണ്ടി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുതിയ രൂപങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലതും സ്വീകരിക്കാം. മദ്രസ സംവിധാനങ്ങളും ഒന്നും പണ്ടില്ലല്ലോ. അത് അറിവ് പഠിക്കാൻ വേണ്ടി ഉസ്താദുമാർ കൂടിയാലോചിച്ച് രൂപം നൽകിയതാണ്, ഒരു പ്രസ്ഥാനമാണ്. ഖുർആൻ നാം ഇന്ന് കാണുന്ന രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല, എഴുതപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് തുടക്കമായത്. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഉമർ റളിയല്ലാഹു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യം ഇപ്പം നമ്മൾ ചെയ്യണോ? അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഹക്കാണ്. ഇതിലെന്തുണ്ട്? ഇത് ഹക്കാണ്, ഇത് ചെയ്യേണ്ടതാണ്. അപ്പം നബിതങ്ങൾ ചെയ്യാത്തത് ചെയ്യുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. നബിതങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളിൽ ഇല്ലാത്ത പുത്തൻ കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുക. ഒരു പുതിയ നിസ്കാരം തുടങ്ങുക, പുതിയ ഹജ്ജ് കർമ്മം തുടങ്ങുക, പുതിയ പല സംഗതികളും ഉണ്ടാക്കിയെടുക്കുക. അത് അംഗീകരിക്കപ്പെടില്ല, അത് സ്വീകരിക്കാൻ പറ്റൂല. അവനെ തള്ളണം, അവൻ തള്ളപ്പെടുന്നവനാണ്. റവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ വഫി റിവായത്തിൻ്റെ മുസ്ലിമിൻ, മുസ്ലിമുല്ലാൻ്റെ റിവായത്തിൽ ഇങ്ങനെയും കൂടി ഉണ്ട്. മൻ ഒരാൾ അമില അവൻ പ്രവർത്തിച്ചു, അമലൻ ഒരു പ്രവർത്തനം, ലൈസ അലൈഹി അംറുന നമ്മുടെ കൽപ്പന അതിനില്ല. നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ മതം അത് നിഷ്കർഷിക്കുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ അവൻ തള്ളപ്പെടേണ്ടവനാണ്. തറാവീഹ് 20 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അത് ജമാഅത്തായിട്ട് നിസ്കരിച്ചപ്പോൾ ഭയങ്കര ആവേശത്തോടുകൂടെ എല്ലാവരും ഏറ്റെടുത്തപ്പോൾ അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയപ്പെട്ടു. 20 റക്അത്താണല്ലോ. അപ്പം നബിതങ്ങൾ ജമാഅത്ത് അത് പ്രോത്സാഹിപ്പിച്ചില്ല. അങ്ങനെ ഒറ്റക്കും ആയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമായി. ഉമർ റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ
മദീനത്തെ പള്ളിയിൽ അത് പുനഃസംഘടിപ്പിച്ചു, ജമാഅത്തായിട്ടും സംഘടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഈ ബിദ്അത്ത് വളരെ നന്നായിരിക്കുന്നു. ഇതൊരു പുതിയ പ്രവർത്തനമാണ്, ഇത് ഞങ്ങളുടെ കാലത്തില്ല. പക്ഷെ അത് എന്തുണ്ട്, അതിലൊരു കൽപ്പന ഉണ്ട്. ഇസ്ലാമിക ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും എതിരല്ലത്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിക്കുന്നതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിക്കാത്ത പുത്തൻ കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുക, പടച്ചുണ്ടാക്കുക, അത് അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അഹദസ നിർമ്മിച്ചുണ്ടാക്കുക, പുതുക്കി ഉണ്ടാക്കുക എന്നർത്ഥം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ സാഹിദ്, ഹഫീസ്, റാഷിദ്, നസർക്ക, ബഷീർക്ക, ഷഫീഖ് ഭായ്, അൻഷാദ് ഭായ് ഇല്ലേ? എൻ്റെ കൂടെ അല്ലേ എല്ലാവരും? അപ്പൊ ഇത് പറഞ്ഞിട്ട് സുന്നികളായ ആളുകളെ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് കളിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പോൾ ഞാൻ ആ അർത്ഥം ഇങ്ങനെ വിശദീകരിച്ചു. ഷാഫി ഇമാം ഈ ഹദീസ് വിശദീകരിച്ച് ഒരുപാട് സംസാരിക്കുന്നു, ഒരുപാട് പറയുന്നു. അപ്പം അത് ശ്രദ്ധിക്കുക. അതാ ഞാൻ പറഞ്ഞേ, ഖുർആനും ഹദീസും ഒക്കെ ഓതിയിട്ട് ഒരു മൗലവി ഉണ്ടായിരുന്നു, ഞാൻ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, നിസ്കാരം നഷ്ടപ്പെട്ടവർക്കും നിസ്കരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്കും ഈ പുസ്തകം വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. അദ്ദേഹം പറ അതിൽ 3 വക്ത് നിസ്കാരമേ ഉള്ളൂ. ളുഹർ നിസ്കരിച്ചവൻ ഇസ്ലാമെന്ന് പുറത്താണ്. സുഖല്ലേ? നിസ്കാരം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ. അങ്ങനെ സർവമത സത്യവാദവുമായിട്ട് പലരും വന്നു. ഇന്നും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് കുറക്കണം കേട്ടോ. ഈ ഫോണിലൊരു സെറ്റിങ്സ് ഉണ്ട്, എന്താ പാരൻ്റൽ എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഭവമാണ്. ഞാനത് നോക്കിയിട്ടില്ല. അതിൽ നോക്കിയാൽ അത് നമ്മുടെ സ്ക്രീൻ ടൈം എത്ര ഉണ്ട് ഇല്ല. നിങ്ങൾക്കറിയില്ല ഇത്? സാഹിദേ, ഫോണിലെ സെറ്റിങ്സിൽ പോയിട്ട് എന്താ പാരൻ്റ് കൺട്രോൾ ആണെന്ന് തോന്നുന്നു, അത് നോക്കിയാൽ അറിയത്ര. അത് നോക്കിയാൽ അറിയാം നമ്മൾ എത്ര സമയം ഫോൺ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചുരുക്കണം. അനാവശ്യമായതൊന്നും കാണില്ല. അതാ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള, നമ്മളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലാണ്, പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ്. അല്ല, അനാവശ്യമുള്ളതും വരും അനാവശ്യമായതും വരും ഒക്കെ പ്രചരിപ്പിക്കും, ഷെയർ ചെയ്യുക, സംഗതികളൊക്കെ. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അതിൽ പെടുന്ന നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പലരും ഖുർആനാണ് ഓതുക, ഹദീസ് ഓതിയിട്ടാ പറയാം, നബിതങ്ങൾ ചെയ്തിരുന്നു എന്നാ പറയാം, മഹാന്മാർ ചെയ്തിരുന്നു എന്നാ പറയാം. അതൊന്നും കേൾക്കാൻ തന്നെ പോകരുത്. പിഴവിൽപ്പെട്ടു പോകും. ഇനി അഥവാ കേൾക്കേണ്ടി വന്നാൽ തന്നെ നമ്മളത് പരിഗണിക്കരുത്. നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നോക്കുക, അതനുസരിച്ച് ജീവിക്കുക. അടുത്ത ഹദീസ് പോട്ടെ, നമ്മളൊക്കെ അല്ലേ? അൽ ഹദീസ് സാദിസ്, 6ാമത്തെ ഹദീസ്. عن أبي عبد الله النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم. ശ്രദ്ധിച്ചോട്ടാ, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട്, ഇന്നൽ ഹലാല ബയ്യിനുൻ, തീർച്ചയായും ഹലാല് വ്യക്തമാണ്. ഹലാൽ ഏതാണ് എന്നുള്ളത് വ്യക്തമാണ്. വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമും വ്യക്തമാണ്. അപ്പൊ അനുവദനീയമായതും വ്യക്തമാണ്, അനുവദനീയമല്ലാത്തതും വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. എന്നാൽ വ ബൈനഹുമാ, ഹലാലായ കാര്യങ്ങളുണ്ട്, ഹറാമായ കാര്യങ്ങളുണ്ട്. വ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിൽ ഉണ്ട്, ഉമൂറുൻ, ചില കാര്യങ്ങൾ.
മുസ്തബിഹാത്തുൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ശരിയാണോ തെറ്റാണോ ഹലാലാണോ ഹറാമാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന അവകളെ അറിയൂല, കസീറും മിനന്നാസ് ഒരുപാട് പേർക്കറിയില്ല, കുറച്ച് പേർക്ക് അറിയുള്ളൂ. അത് ഹലാലാണോ ഹറാമാണോ അതിൻ്റെ ഇടയ്ക്കുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞ ആളുകൾക്കേ അറിയുള്ളൂ. അതിൻ്റെ വിധി എന്താണെന്നുള്ളത് വലിയ വലിയ പണ്ഡിതന്മാർക്കേ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരാറുണ്ട് പല സന്ദർഭങ്ങളിലും. ഇത് ശരിയാണോ തെറ്റാണോ, അപ്പൊ അവിടെ എന്ത് നിലപാട് നമ്മൾ എടുക്കണം അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫമൻ ഒരാൾ ഇത്തക്കാവൻ സൂക്ഷിച്ചു അശുബുഹാത്തി ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളെ, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളെ അവൻ ഉപേക്ഷിച്ചു. എന്നാൽ ഫഖദിസ്തബറ അവൻ സൂക്ഷിച്ചവനായി, ലിദീനിഹി അവൻ്റെ ദീനിനെയും വഇർദിഹി അവൻ്റെ അഭിമാനത്തിനെയും. അപ്പോൾ മതത്തെ അവൻ സൂക്ഷിച്ചവനായി. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പണി, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പണി ചിലപ്പോൾ നമുക്കേ അതറിയാത്തുണ്ടാവുള്ളൂ. അതിന്റെ വിധി ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ അഭിമാനത്തിന് കോട്ടം വരും. അത് ഇവൻ കുഴപ്പമില്ലല്ലോ, തിരക്കടില്ലല്ലോ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് വന്നു പോവും. അല്ലെങ്കിൽ നമ്മുടെ ദീനിനും കുറവ് വരും. ദീനിന് എങ്ങനെ കുറവ് വരിക? അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ദീനിനോടുള്ള നമ്മുടെ ആത്മാർത്ഥത നഷ്ടപ്പെടും. അങ്ങനെ ഈമാൻ നഷ്ടപ്പെടും. ഈമാൻ കുറഞ്ഞു വരും. അവസാന ഈമാൻ തീരെ ഇല്ലാതെയാവും. അപ്പൊ ഫമനിത്തക്ക അപ്പോൾ ഒരാൾ അവൻ സൂക്ഷിച്ചു അവൻ ഒഴിവാക്കി എന്നർത്ഥം. അശുബുഹാത്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ അവൻ ഒഴിവാക്കി. എന്നാൽ ഫഖദ് ഇസ്തബ്റ അവൻ എന്തായി? അവൻ സൂക്ഷിച്ചവനായി, അവൻ ഒഴിവാക്കിയവനായി. ലിദീനിഹി എന്തിനൊഴിവാക്കിയവനായി? ആക്ഷേപത്തെ ഒഴിവാക്കിയവനായി. എന്തിനുള്ള ആക്ഷേപം? അവന്റെ ദീനിനോടുള്ള ആക്ഷേപവും അതുപോലെ അവന്റെ അഭിമാനത്തിനോടുള്ള ആക്ഷേപവും ഒഴിവാക്കിയവനായി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദീനിനും അതൊരു ദോഷമാണ്, നമ്മുടെ അഭിമാനത്തിനും ഒരു ദോഷമാണ്. ആരാ പോയത്? അപ്പീസുണ്ട്, അൻഷാദ് കണ്ടു, പിന്നെ ആരാ? 1 2 3 എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ. അപ്പോ സംശയം ഉണ്ടാകുന്ന, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. എന്നാൽ നമ്മുടെ മതത്തിലുള്ള കളങ്കവും നമ്മുടെ അഭിമാനത്തിലുള്ള കളങ്കവും നമ്മൾ എന്താകും? രക്ഷിക്കും. അത് നമുക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ അല്ലേ? ബാക്കി പറയട്ടെ. ഇനി വമൻ ഒരാൾ അവൻ വീണുപോയി, ഫിശുബുഹാത്ത് സംശയകരമായ കാര്യങ്ങളിൽ വീണുപോയി. എന്നാൽ ഫിൽ ഹറാമി അവൻ ഹറാമിൽ വീണവനാണ്. അത് ചെയ്താല് ഹറാമായ കാര്യം ചെയ്തതാണ്. ഏതുപോലെ? കറായി ഒരു ആട്ടിടയനെ പോലെ, അവൻ ആടിനെ മേയ്ക്കുന്നു. റായി എന്ന് പറഞ്ഞ ആട്ടിടയൻ ട്ടോ. അവൻ ആടിനെ മേയ്ക്കുന്നു. ഹൗലൽ ഹിമ ഒരു സംരക്ഷണം നൽകുന്ന ഒരു സ്ഥലത്തിന് ചുറ്റും. പിന്നെ സ്ഥലത്ത് നല്ലൊരു സംരക്ഷണം മതിൽ കെട്ടി സംരക്ഷിച്ച അതിൻ്റെ ഉള്ളില്, അതിൻ്റെ സമീപത്ത് ഇവൻ ആടിനെങ്ങനെ മേയ്ക്കുക.
യൂഷിക്കു സാധ്യതയുണ്ട് ഫീഹി, ഈ ആട്ടുംപറ്റങ്ങള് ആട്ടുംകൂട്ടങ്ങൾ അതിൽ പോയി മേയാൻ സാധ്യതയുണ്ട്. മേയാൻ എന്താ ഉണ്ടാകുക? ഈ നോക്കുന്ന ആള് അവനെ പിടിക്കും. അല്ലെങ്കിൽ ഇവനും അതിന് അപ്പുറത്തേക്ക് മേയാൻ വിട്ടാൽ ഇവൻ ആര് പിടിക്കും? ഇവന്റെ മുതലാളി പിടിക്കും. അതേപോലെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച പരിധി നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ പിടിക്കും, പിടികൂടും, ശിക്ഷിക്കും. ഓക്കേണോ? യൂഷിക്കു സാധ്യതയുണ്ട് അവൻ മേയാൻ ഫീഹി, ആ സംരക്ഷണം നൽകിയ സ്ഥലത്ത് മേയാൻ സാധ്യത. അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടത്തിലുള്ള ആട് മേഞ്ഞു പോകാൻ. അപ്പൊ ഇവൻ നോക്കണം, ഇവൻ ശ്രദ്ധിക്കണം. ഇനി ഇവൻ പറയണ അന്ന് പോയി മേഞ്ഞോളിടാ എന്ന് പറഞ്ഞ ആടുകളെ വിട്ടാലോ, അപ്പൊ ഇവന്റെ മുതലാളി എന്ത് ചെയ്യും? ഇവനെ പിടിക്കും. അതേപോലെ നമ്മളും നമുക്കൊരു സംരക്ഷണ കവചമുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കടന്നാൽ അള്ളാഹു നമ്മെ പിടിക്കും. ആ പരിധി ഹറാമായ കാര്യങ്ങളാണ്. ആ ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ മനസ്സിലായില്ലേ? പറയണോ? ഇനി പറയണോ? അവിടെ പറയണോ? ഒന്നുകൂടി പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, സംശയമുണ്ടാകുന്ന, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഒരാൾ വീണാൽ വഖഅ, അവൻ വീണവനാണ്. എവിടെ? ഫിൽ ഹറാമി, ഹറാമിൽ വീണവനാണ്. ഏതുപോലെ? അവനൊരു ഉദാഹരണം പറഞ്ഞു. കറായി, ആട് മേക്കുന്ന ആളെ പോലെ. എങ്ങനെയുള്ള ആട് മേക്കുന്ന ആളാണ്? അവൻ ആടിനെ മേയ്ക്കുന്നു ഹൗലൽ ഹിമ, സംരക്ഷണം നൽകപ്പെട്ട ഒരു സംരക്ഷിത മേഖലയ്ക്ക് ചുറ്റും. യൂഷിക്കു, അവൻ സാധ്യതയുണ്ട് അവൻ മേയൽ ഫീഹി, ആ സംരക്ഷണ മേഖലയിൽ പോയി മേയൽ സാധ്യതയുണ്ട്. അതുപോലെയാണ്. മേഞ്ഞാൽ പ്രശ്നമാണ്, അതേപോലെ ഇവൻ അതിൽ വീണാൽ പ്രശ്നമാണ്. ഹറാമായ കാര്യങ്ങളിൽ വീണാൽ, കൺഫ്യൂഷനുള്ള കാര്യങ്ങളിൽ വീണാൽ പ്രശ്നമാണ്, ഹറാമാണ്. അതിനൊരു ഉപമ പറഞ്ഞതാണ് അവിടെ. ഓക്കെ അല്ലേ? ഷഫീഖ് ഭായ്, സാഹിദ്, ക്ലിയർ അല്ലേ? ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, അവര് ചെയ്യുന്നുണ്ട്, ഇവര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ കോമൺ ആയിക്കുന്നു ഉസ്താദെ. അതൊക്കെ ഇപ്പൊ നോക്കിയാൽ അങ്ങനെ അതൊക്കെ നോക്കാൻ കഴിയും. പണ്ടത്തെ കാലം നല്ല മൂല്യരെ അങ്ങനെ പണ്ടൊന്നൊരു കാര്യമില്ല. പണ്ടത്തെ കാലം പോലൊക്കെ നമുക്ക് ആക്കാൻ കഴിയും. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ല. അലാ അറിയണം ഇന്ന ലികുല്ലി മലിക്കിൻ, എല്ലാ ഓരോ രാജാവിനുമുണ്ട് ഹിമൻ, എന്നുണ്ട്, പരിധിയുണ്ട്. ഓരോ ആൾക്കും, ഓരോ രാജാവിനും പരിധിയുണ്ട്. അല അറിയുക ഇന്ന ഹിമല്ല, അള്ളാഹുവിന്റെ പരിധി മഹാരിമുഹു, അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ഭരണാധികാരി ഇന്ത്യയുടെ അതിർത്തി വിട്ട് കടന്നു പോകുന്നത്, ഇന്ത്യയുടെ ഉള്ളിലാണ് അയാൾ രാജാവ്. ആ മറ്റേ അതിർത്തി ക്രോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മറ്റു രാജ്യങ്ങളുടെ, പാകിസ്ഥാന്റെ ആളുകൾ പാകിസ്ഥാൻ വിട്ട് കടക്കുമായിരുന്നു. ഒരു രാജ്യത്തിനുള്ള അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കണം. എന്നാൽ അള്ളാഹുവിന്റെ പരിധി ഏതാണ്? ഹറാമായ കാര്യങ്ങളാണ്. ഹലാലായതൊക്കെ ചെയ്യാം, പക്ഷെ ഹറാമായ കുറച്ച് ബൗണ്ടറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചുറ്റും അതിൽ പോലത്തെ വെച്ചിട്ടുണ്ട്. അത് ലംഘിക്കരുത്. ക്ലിയർ അല്ലേ? മഹാരിമുഹു, ഹറാമായ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ സംരക്ഷണ മേഖല. ഓക്കെ അല്ലേ? അല അറിയുക ഇന്നലി കുല്ലി മലിക്കിൻ, എല്ലാ ഓരോ രാജ്യത്തിനുമുണ്ട് ഹിമൻ, സംരക്ഷിത മേഖലയുണ്ട്. അല്ലെ? അതിർത്തി കെട്ടി സംരക്ഷിക്കുമല്ലോ. വാഗ ബോർഡറിൽ പോയിട്ടുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ മാസം പോയി. നിങ്ങൾ പോയിട്ടുണ്ടോ? പഞ്ചാബിലെ
വാഗാ ബോർഡറിൽ ഒരു 5 മണിയായ അവിടെ ചെറിയ 2 പാകിസ്ഥാൻ സൈന്യങ്ങളുടെയും ഇന്ത്യൻ സൈന്യങ്ങളുടെയും ഒരു പ്രകടനം ഉണ്ടാവും അവിടെ എല്ലാ ദിവസവും ഉണ്ട്. പോയിട്ടില്ല? ആരും പോയില്ല? ആ, അതാണ് അതിർത്തി. ഒരു അതിർത്തി ഇന്ത്യയുടെ ചുറ്റും നമുക്ക് ഇങ്ങനെ കാണാം. പാകിസ്ഥാനെ കാണാൻ പറ്റും. അവിടെ ഉള്ളവർക്ക് നമ്മളെയും കാണാം. അപ്പം അതെ, അത് ഓരോ രാജ്യത്തിനും ഓരോ ബൗണ്ടറി ഉണ്ട്. എന്നാലോ അല അറിയണം, വഇന്ന ഹിമല്ലാഹി, അള്ളാഹുവിൻ്റെ ബൗണ്ടറി, അള്ളാഹു വെച്ച ബൗണ്ടറി, മഹാരിമുഹു, ഹറാമായ കാര്യങ്ങളാണ്. അപ്പം ഹറാമായ കാര്യങ്ങൾ വിട്ടു കിടക്കരുത്, ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഇനി പറയാണ്, അല അറിയുക, ഇനി നിങ്ങൾ വീണ്ടും പറയാം, വഇന്ന ഫിൽ ജസദി, ശരീരത്തിലുണ്ട്, മുദ്ഗത്തൻ, ഒരു മാംസകഷ്ണമുണ്ട്, ഇദാ സ്വലഹത്ത്, അത് നന്നായാൽ, ആ ഒരു മാംസകഷ്ണം നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്ത്, അത് മോശമായാൽ, ഫസദൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം മുഴുവൻ മോശമായി. അലാ അറിയുക, വഹിയൽ ഖൽബു, അത് ഹൃദയമാണ്, ഹൃദയമാണത്. ഏതാണത്? ഹൃദയമാണ്. ഓക്കെ അല്ലേ? റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഹൃദയം നന്നാവുക എന്നല്ല നന്നാവുക. നമ്മളൊക്കെ ഹൃദയം നന്നാക്കാൻ ശ്രമിക്കുക, അപ്പോൾ നമ്മൾ തന്നെ നന്നാവും. ഈ ലോകത്തെ നിങ്ങൾ തസവുഫ് പഠിക്കും, തസവുഫിൻ്റെ കിതാബ് തുടങ്ങിയില്ലേ ഉസ്താദ്, കുറച്ച് കഴിഞ്ഞാൽ പറയും. ഈ ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഞാനൊന്ന് പറയാം. 1, നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. 2, വല്ലവരും നമ്മളെ ദ്രോഹിച്ചാൽ നമ്മൾ പുറത്തു കൊടുക്കുക. പുറത്തേക്ക് കൊടുക്കാനല്ല പറഞ്ഞേ, പുറത്തു കൊടുക്കുക. 3, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. 4, മറ്റുള്ളവരേക്ക് ഇങ്ങനെ കിട്ടണം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. ഈ 4 കാര്യം മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം. നമ്മൾ ആരിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതുപോലെ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും. നമ്മൾ ആരെയും ദ്രോഹിക്കൂല എന്നാൽ പിന്നെ പ്രശ്നത്തിന് നിന്നല്ലോ. നമ്മളാരെങ്കിലും ഇങ്ങോട്ട് വന്ന് ദ്രോഹിച്ചാൽ നമ്മൾ പുറത്തു കൊടുക്കും. പിന്നെ നമ്മളെല്ലാവർക്കും കൊടുക്കുക. 3, മറ്റുള്ളവരിൽ നിന്ന് വല്ലതും കിട്ടണം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. പടച്ചോൻ്റെക്കും ധാരാളം കിട്ടണം എന്ന് ആഗ്രഹിക്കുക. എന്നാൽ ഈ ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് അല്ലേ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ രാത്രി ഇറാൻ തകരുന്ന, ഇന്നത്തോടുകൂടെ ഇറാൻ തകരും. ഇറാന് കനത്ത ഒരു സംഗതി നൽകും എന്നർത്ഥം. ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുമായിരുന്നു. ഈ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷെ അതെന്താവില്ല. നമുക്കിപ്പോൾ നമ്മുടെ കാര്യം ശരിയാക്കാം അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? 3 ഹദീസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബഷീർക്ക നോട്ട് ചെയ്തില്ലേ? എല്ലാവരും നോട്ട് ചെയ്യുന്നില്ലേ? സാഹിദ്, ഹഫീസ്, നോട്ട് ഞാൻ അയക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഒരാൾ മാത്രമേ അയച്ചുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ആമീൻ.
നമുക്കുള്ള ദുആ മാത്രമേ നമ്മൾ ആമീൻ പറയുള്ളൂ അല്ലേ? ഏ ഇനി അയക്കണവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. എനിക്കും അള്ളാഹു സ്വർഗം തരട്ടെ. എനിക്ക് ആ അപ്പൊ നോട്ട് അയക്കണം. നോട്ട് നമ്മളെ ഗ്രൂപ്പിലിടും. അത് വൺ ടൈം ആക്കി വെച്ചാൽ മതി. വൺ ടൈം കാണിക്കാം. അങ്ങനെ വൺ ടൈം ആക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്ക് ഉപകാരം കിട്ടിയാലോ. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ക്ലാസ്സിലെ ഒരു ലീഡറായിട്ട് എൻ്റെ ഒരു സജഷൻ പറയട്ടോ. നമ്മുടെ ബഷീർ ഖാനെ പറ്റും ഒന്ന്, നിങ്ങൾക്ക് പറയാം. പിന്നൊന്ന് നമ്മുടെ നാസർ ഖാനെയും പറ്റും. നാസർ ഖാൻ ലൈക്ക് അടിച്ചു. അല്ല കോർഡിനേറ്റ് അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലെ എന്ത് ചെയ്യണം, ഗ്രൂപ്പിലേക്ക് ഇടക്കിങ്ങനെന്ന് വരാം. ഇത് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ എൻ്റെ മെസ്സേജ് തന്നെ അതിൽ കാണുന്നുള്ളൂ. പിന്നെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പ്രതികരിക്കും. അപ്പോ പ്രതികരിക്കാം. ഞാൻ കുറച്ചാളുകളെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ ഈ ജാഫർ എന്ന് പറഞ്ഞ ആൾക്കാരാ അവരുടെ ക്ലാസ്സിൽ ഉണ്ടാവലുണ്ടോ? റിയാസ്, പിന്നെ കുറച്ച് ആളുകൾ ഇതെന്തില്ല പേര് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. അവരെ ഞാൻ പേര് ചോദിച്ചപ്പോൾ പേരും അവർ പറഞ്ഞില്ല. ഇവര് കുറെ നമ്പർ ഉള്ളതുണ്ട്. പിന്നെ റിയാസ്, ജാഫർ, ഇത് ഇത്രേ ഉള്ളൂ. ഇതിലിപ്പോ നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മളൊന്നൊരു പറയാ സമയമായി, ക്ലാസ്സിന്റെ സമയം എത്രേ ഉള്ളൂ. ഈ ഒരു സമയം മാത്രമേ ഉണ്ടാവും. ഇതിന് നമ്മൾ കോർഡിനേറ്റർ ഒക്കെ വേറുണ്ടല്ലോ. അക്കാദമിക് കോർഡിനേറ്റർ വേറുണ്ട്, ഈ ബാച്ച് കോർഡിനേറ്റർ ഉണ്ട്, പിന്നെ ഞാനുണ്ട്, മറ്റേ ഷാജാൻ ഉസ്താദ് ഉണ്ട്. അപ്പൊ നിങ്ങള് എന്തിനങ്ങനെ നിർബന്ധിക്കുന്നു വെച്ചാൽ ഇത് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ എല്ലാ ക്ലാസ്സിലും പറയും എന്ത് നിങ്ങൾ നോട്ട് എഴുതണം, നോട്ട് കാണിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് വരും. ഒരു ക്ലാസ് മിസ്സായാലോ, ഞാനിപ്പോൾ എങ്ങനെയപ്പോൾ അവസ്ഥ, അങ്ങനെ ഒന്നൊരു മടുപ്പൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയപ്പോൾ ഞാൻ അത് എഴുതിയിട്ടില്ല, ഇനി ഇപ്പുറത്ത് എങ്ങനെ കിട്ടുക, അതെങ്ങനെ ഇതാകുക, അതെങ്ങനെ അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെന്നാണ് പോകും. നിങ്ങൾ പോകാതിരിക്കണം. നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ഫുള്ളായിട്ട് വേണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. എന്താ ഉസ്താദ് ഇങ്ങനെ ഇയാൾക്ക് ക്ലാസ് എടുത്ത് പോയപ്പോൾ എന്തിനാപ്പോൾ ഈ നോട്ടൊക്കെ എഴുതിക്കുന്നു, അത് വായിക്കാൻ പറയണം, ഇത് വായിക്കാൻ പറയണം, നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നൽകണ PDF ഇതൊക്കെ ജെമിനിക്ക് ഇട്ട് കൊടുത്താൽ ജെമിനി വായിച്ചു തരും. വായിക്കാൻ പറ്റും. എൻ്റെ കുട്ടിക്കൊരു കഥ വേണം പറഞ്ഞു. നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിയുടെ പേര് ആയിഷ എന്നാണ്, ആയിഷക്കൊരു കഥ പറഞ്ഞു കൊടുക്കുക, നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കാൻ. അപ്പം ജെമിനി കഥ പറഞ്ഞു. അത് അവസാനിക്കുന്നില്ല എന്നാൽ പിന്നെ ചോദിക്കുകയാണ് ഈ കഥ ആയിഷക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടു പറയും. ഇനി വേറെ എന്ന് പറയും. അപ്പോൾ വേറൊന്ന് പറയും. അപ്പോൾ അതിൽ ചിലത് പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ നല്ലത് നമ്മൾ എടുക്കണം, നല്ല വശങ്ങൾ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗ്രൂപ്പിൽ നമ്മൾ പലതും അപ്ഡേറ്റ് നൽകും. അത് നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ കൂടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയട്ടോ. ഞാൻ നിങ്ങളെന്ത് ചെയ്ത് നിങ്ങളൊരു ബുദ്ധിമുട്ടായി വിചാരിക്കരുത്. ഇതിൽ നിൽക്കണം, ഇതിൽ കൂടെ ഉണ്ടാവണം, ക്ലാസ്സുമായി മുന്നോട്ട് പോകണം. ഒരു ചടപ്പും മടുപ്പും നിങ്ങൾക്ക് വരരുത് എന്നുള്ള നിലക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. ആമീൻ. ഈ പറഞ്ഞിടത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞോളൂ.
ചെറിയ ഹദീസുകളൊക്കെ ഒന്ന് കാണാതെ പഠിക്കണേ. ചെറിയ ഹദീസുകളെ ഇപ്പൊ ചിലപ്പോൾ വലുതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും, ചെറുതൊക്കെ നമ്മളൊന്ന് കാണാതെ പഠിക്കുക. അങ്ങനെ ഒരു 40 ഹദീസ്, ചിലപ്പോൾ ഇതിൽ തന്നെ 40 ഹദീസ് പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല, ഒരു 40 ഹദീസ് നമ്മൾ പഠിച്ചിരിക്കണം കാണാതെ. 40 ഹദീസ് പഠിച്ചാൽ ഒരുപാട് ഗുണമുണ്ട്, പരലോക വിജയം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും തയ്യാറായി. സ്വലാത്ത് എല്ലാവരും ചെല്ലുന്നില്ലേ? നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതണം. സൂറത്തുൽ കഹ്ഫ് ഒന്നല്ല, മിനിമം 1 എന്നാണ്. മിനിമം ഒരു 3 എണ്ണം ഓതണം എന്നാണ് പറയുന്നത് ഉസ്താദന്മാർ. സമയമുള്ളവരും ഓതുക, മുന്നോട്ട് ഓതുക, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഓതുക. സ്വലാത്ത് ഇല്ല, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഉറക്കം തന്നെ വരെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊള്ളും. വെള്ളിയാഴ്ച രാവിലെയുള്ള സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം പരിഗണിക്കുന്നു. സ്വലാത്ത് ധാരാളം ചൊല്ലുക, നന്നായിട്ട് ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ കൂടി ചെയ്യണം. നമ്മളിങ്ങനെ ഈ കുറേ കാര്യങ്ങൾ കേട്ടാലും പറഞ്ഞാലും പഠിച്ചാലും വായിച്ചാലും മാത്രം പോരാ, നമ്മൾ ദ്വാരക്കണം. അല്ലാഹുവേ എനിക്ക് നല്ല ഇൽമു പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൗകര്യവും കഴിവും തോക്കത്തൊക്കെ നൽകണേ എന്നുള്ളൊരു ഇടക്കിടക്ക് ദ്വാരക്കണം. അതന്നെ ഏറ്റവും രഹസ്യമായ സമയങ്ങളിൽ ദ്വാരക്കണം. സുബീൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിലേക്ക് അടുക്കണം. അപ്പോൾ അള്ളാഹു നമുക്ക് പല വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? അവസാനിപ്പിക്കല്ലേ? ദ്വാരക്കല്ലേ? ഇത് പറയണ്ട. ആരാണ് നാസർക്ക് എന്തോ പറഞ്ഞ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം നീ ഇരട്ടി പ്രതിഫലങ്ങൾ നൽകി സ്വീകരിക്കണം അല്ലാഹ്. നല്ല പിഴവുകളും വല്ല കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പൂർണ്ണ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം അല്ലാഹ്. അതുപോലത്തെ തത്തുല്യമായ പ്രതിഫലം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരിലേക്കും എത്തിക്കണം അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കണം അല്ലാഹ്. മുഴുവൻ പാപങ്ങളും മായ്ച്ചു കളയണം അല്ലാഹ്. മുഴുവൻ രോഗങ്ങൾക്കും ശിഫാ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാസർ ഖാൻ്റെ മകളുടെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കണം അല്ലാഹ്. സുബൈറിൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മായിമ്മ മരണപ്പെട്ടു, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. അവരെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബസമേതം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കാൻ നീ അവസരം നൽകണമല്ല. ഞങ്ങളുടെ പരലോക ജീവിതം നീ റാഹത്തിലാക്കണമല്ല. ഖബറിൽ ഞങ്ങൾക്കും അവർക്കും ഒക്കെ വിശാലത നൽകണമല്ല. എല്ലാവിധ ഹൈറാത്തുകളും ജീവിതകാലത്ത് ഞങ്ങൾക്ക് നീ ചൊരിച്ചു നൽകണമല്ല. ലോകത്ത് സമാധാനം നൽകണമല്ല. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. اللهم اغفر لنا واغفر لسيدنا محمد صلى الله عليه وسلم. اللهم ارحمنا وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم لا تعذبنا ولا تعذب أمة سيدنا محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولإخوتنا ولأخواتنا ولمن ماتوا منا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.